പുതിയ വഴികൾ, പുതിയ ആശയങ്ങൾ. നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. സിറ്റി ന്യൂസ് വേ. 1201 ചിങ്ങം 1 2025 ഓഗസ്റ്റ് 17 ഞായറാഴ്ച രാവിലെ 9:30 പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. സ്വാഗതം ശ്രീമതി സജീറ സി ചാത്തോത്ത്, കൃഷി ഓഫീസർ, കൃഷിഭവൻ, ഏഴിക്കര. ചിങ്ങം 1 കർഷക ദിനാചരണ പരിപാടിയാണ്. ഒത്തുചേരാനാണ് നമ്മൾ ഏവരെയും ഇവിടെ കൂടിയിരിക്കുന്നത്. ഏഴിക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ തലങ്ങളിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും പുതുതലമുറയിലെ കർഷകരെയും തെരഞ്ഞെടുത്ത് ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, വന്യമൃഗ ശല്യം, ഒരുപാട് പ്രശ്നങ്ങളാണ് കർഷകരെ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ പ്രദേശത്ത് മറ്റു പല പ്രദേശങ്ങളെയും അപേക്ഷിച്ച് കാർഷിക രംഗത്ത് കുറേയേറെ മുന്നേറിയിട്ടുള്ള ഒരു പഞ്ചായത്തായിരുന്നു നമ്മുടെ. എന്നാൽ പൊക്കാളി കൃഷി നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി, മറ്റ് കൃഷികൾക്കുണ്ടാകുന്ന പ്രശ്നം, വേലിയേറ്റ വെള്ളപ്പൊക്കം എന്നുള്ള പുതിയ പ്രതിഭാസം, ഇതെല്ലാം കാർഷിക മേഖലയെ വലിയ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. നമുക്ക് കർഷകരോട് നിങ്ങൾ കൃഷി ചെയ്യണമെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥയിലാണ്, സാഹചര്യങ്ങളിലാണ് കർഷകർ മണ്ണിൽ പണിയെടുക്കുന്നത്. ഏറ്റവും രൂക്ഷമായി കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം വേലിയേറ്റ വെള്ളപ്പൊക്കമാണ്. ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, കേരളത്തിൽ ആദ്യമായി വേലിയേറ്റ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് ഉള്ള ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആദ്യം സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന പ്രോജക്റ്റിനാണ് ഏഴിക്കരയെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം ഞാൻ ആദ്യമായി സന്തോഷത്തോടുകൂടി അറിയിക്കാം. ഏഴിക്കരയാണ് പൈലറ്റ് പ്രോജക്റ്റിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മണ്ണിനൊപ്പനാക്കി മാറ്റി മണ്ണിൽ കനകം വിളയിച്ച് ദരിദ്ര ജനത്തിന് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകർ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏഴിക്കര പഞ്ചായത്തിൽ വിവിധ മേഖലയിൽ
പണിയെടുക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന ആളുകളുണ്ട്. കോഴി കൃഷിയായാലും താറാ കൃഷിയായാലും മറ്റൊരു പേര നട്ടാൽ ഒരു നല്ല പേരൊക്കെ തിന്നാൻ, അതുപോലെ തന്നെ കാച്ചിലിട്ടാൽ നല്ല കാച്ചില്, പീച്ച് നടന്നു, പാവൽ നടന്നു, വെള്ളരിക്ക നടന്നു, അങ്ങനെ നിരവധിയായ പച്ചക്കറികളും അതുപോലെ തന്നെ പൊക്കാളി കൃഷി ഉൾപ്പെടെയുള്ള നിരവധിയായ കൃഷി നമ്മുടെ ഏഴിക്കരയിൽ നടത്തി വിഷമില്ലാത്ത പച്ചക്കറിയും വിഷമില്ലാത്ത ധാന്യങ്ങളും കഴിക്കുന്നതിനാവശ്യമായി നമ്മുടെ ഏഴിക്കരയിലെ കർഷകരായിട്ടുള്ള ആളുകൾ പണിയെടുത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ വിറ്റഴിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തൊട്ടടുത്ത് നമ്മുടെ പള്ളിയാക്കൽ സൊസൈറ്റിയും നിന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് നമ്മുടെ കർഷകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടിയെടുക്കുന്നു. അധ്യക്ഷൻ ശ്രീ MS രതീഷ്, പ്രസിഡന്റ് ഏഴിക്കര ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും സങ്കടത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും സ്വത്തായിട്ട് ഏറ്റവും വലിയ വ്യവസായികളും ഏറ്റവും വലിയ പഞ്ചായത്തിനെ നിലനിർത്തി നിന്നിരുന്നത് പൊക്കാലി മത്സ്യകർഷകരായിരുന്നു. ഇന്ന് വേലിയേറ്റ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാർഷിക മേഖല ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ 20% ചുരുങ്ങിയിട്ടുണ്ട് എല്ലാ കാർഷിക മേഖലയിലും. അപ്പൊ അതിനെന്തേക്കും ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തുകയുണ്ടായി. നമ്മള് 3 വർഷമായിട്ട് ഏഴിക്കര പഞ്ചായത്തില് വേലിയേറ്റ വെള്ളപ്പൊക്കമായിട്ട് നിലനിൽപ്പിന് ആവശ്യമായിട്ടുണ്ട്. ഏഴിക്കര പഞ്ചായത്തില് 22,000-22,000 ജനങ്ങൾ ഇവിടെ എങ്ങനെ നിലനിൽക്കും? വിശദീകരണം ശ്രീമതി ജിത ജലീൽ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, പറവൂർ. ആശംസകൾ ശ്രീ P പത്മകുമാരി, വൈസ് പ്രസിഡന്റ് ഏഴിക്കര ഗ്രാമപഞ്ചായത്ത്, ശ്രീ KD വിൻസെന്റ്, ചെയർമാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏഴിക്കര ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി രമാദേവി ഉണ്ണികൃഷ്ണൻ, ചെയർപേഴ്സൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏഴിക്കര ഗ്രാമപഞ്ചായത്ത്, PK ശിവാനന്ദൻ, ചെയർമാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏഴിക്കര ഗ്രാമപഞ്ചായത്ത്, CM രാജഗോപാൽ, മെമ്പർ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത്. പുതിയ വഴികൾ, പുതിയ ആശയങ്ങൾ, നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. സിറ്റി ന്യൂസ് വേ.